സർട്ടിഫിക്കറ്റ്സുമായി ബന്ധപ്പെട്ട ജനറൽ കാറ്റഗറി കോഴ്സിന്റെ വീഡിയോ ആണ് ഇത്. വെൽക്കം യു ഓൾ ടു മൈ സെഷൻ. ജനറൽ കാറ്റഗറി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഓപ്പൺ ടു ഓൾ കോഴ്സ്, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയ കോഴ്സുകൾ. അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ഗിവിംഗ് കരിയർ ടു ഓൾ കാറ്റഗറി, എല്ലാ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും ജോലി പ്രൊവൈഡ് ചെയ്യുന്ന, വ്യത്യസ്തമായ ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ഓർഗനൈസേഷനുമാണ് ഈ ജനറൽ കാറ്റഗറിയിൽ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമുക്ക് ജനറൽ കാറ്റഗറിയിലുള്ള വിവിധ തൊഴിൽ സാധ്യതകൾ നോക്കാം. നേരത്തെ എല്ലാ സബ്ജക്റ്റിലും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റി വിഷയങ്ങളിൽ പ്രതിപാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഡിഫൻസ് സർവീസ്. ഇന്ത്യൻ ഡിഫൻസ് സർവീസ് എന്ന് പറയുന്നത് 4 കാര്യങ്ങളാണ്: ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, ഇന്ത്യൻ കോസ്റ്റൽ സർവീസ്. ഈ 4 മേഖലകളിലും എല്ലാ വിഷയത്തിൽപ്പെട്ട ആൾക്കാർക്കും വ്യത്യസ്തമായ തൊഴിൽ സാധ്യതകൾ കാണാൻ വേണ്ടി കഴിയും. പൊതുവെ ഡിഫൻസിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് 2 മെത്തേഡിലാണ്. They are appointing personnel in 2 methods: permanent commission and SSC, short service commission. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്നത് 10 വർഷവും വേണമെങ്കിൽ വീണ്ടും ഒരു എക്സ്ട്രാ 4 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കമ്മീഷനാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ. അപ് ടു ദ റിട്ടയർമെന്റ് നീണ്ടു നിൽക്കുന്നതാണ് പെർമനന്റ് കമ്മീഷൻ. ഷോർട്ട് സർവീസ് കമ്മീഷനെ പിന്നീട് ചില സേവനങ്ങൾ പെർമനന്റ് കമ്മീഷനിലേക്ക് മാറ്റുന്നത് കാണാം. ഇപ്പോൾ സാധാരണ രീതിയിൽ ഈ കമ്മീഷനിലൂടെ ജെന്റ്സ് ആൻഡ് ലേഡീസിന് ഇന്ത്യൻ ഡിഫൻസ് സർവീസിലേക്ക് കയറാൻ വേണ്ടി പറ്റും. ഈ അടുത്ത ദിവസം പേപ്പറിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം, ഇന്ത്യൻ ആർമിയിൽ പെർമനന്റ് കമ്മീഷനിലേക്ക് വനിതകളെ പരിഗണിക്കുന്നു എന്നൊരു ന്യൂസ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു. അപ്പൊ തീർച്ചയായിട്ടും അത് വനിതകൾക്കുള്ള മറ്റൊരു അവസരം കൂടിയാണ്. ഇന്ത്യൻ ആർമിയിലേക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള എൻട്രി കാണാം. NDA എക്സാം പാസ്സായതിലൂടെ നാഷണൽ ഡിഫൻസ് അക്കാദമി എക്സാം, 2 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമാണ്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഇന്ത്യൻ ആർമിയിലേക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി ഈ 2 മെത്തേഡിലാണ് സാധാരണ കാണാറ്. ഇതുകൂടാതെ ഗ്രാജുവേറ്റ് ലെവൽ എൻട്രി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ടെക്നിക്കൽ സെക്ഷനിലേക്കും മറ്റുള്ള പല സെക്ഷനിലേക്കും ഒക്കെ ഗ്രാജുവേറ്റ് ലെവൽ എൻട്രിയും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ഇവിടെ 4 ഫോഴ്സ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഒരു ജനറൽ വീഡിയോസിൽ ഒരു ഡിഫൻസ് കരിയർ പൂർണ്ണമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി അങ്ങോട്ട് ഉള്ള എന്റെ ഫോളോ അപ്പ് വീഡിയോസിൽ ഡിഫൻസിലെ വിവിധ തൊഴിലവസരങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എങ്കിലും ഒറ്റ ഒരു ഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ജോബ് ഡിവിഷൻസ് നമുക്ക് നോക്കാം. എല്ലാ ഡിഫൻസ് വിങ്ങിലും ഇതേപോലുള്ള ജോലി സാധ്യതകൾ കാണാൻ വേണ്ടി പറ്റും. ഇന്ത്യൻ ആർമിയുടെ ഡിഫറെന്റ് ജോബ്സ് ഒന്ന് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താണ്. The job of army is divided into various divisions. Infantry. The infantry consists of troops who fight the enemy on foot using equipment. Artillery. The artillery uses long-range field guns, multi-barrel rocket launchers. Armed corps. The armed corps consist of battalions of tanks and other armed vehicles. Engineers. The primary responsibility of the army engineer is to quickly construct road, bridges, etc. Signals. The officers and men in the signals regiment are responsible for the quick implementation and maintenance of communication link. Army Service Corps, ASC. The ASC personnel
are responsible for the movement of troops, vehicles, rations, petrol, diesel, arms and ammunition, etc. Electrical and mechanical engineers. Electrical and mechanical engineers are responsible for the maintenance of all the equipment of the armed forces and ensure that it is always in peak condition. Intelligence corps. The officers of this branch are involved in the collection, analysis and interpretation of information about the enemy troops, including their movement and plans. Ordnance Corps. The Ordnance Corps is responsible for the procurement, storage and maintenance and issue of types of military equipment, including ammunition and spares. Army Medical Corps. The Army Medical Corps include doctors who provide medical care for the families of troops and officers of the armed forces. Nursing officers. The nursing officers nurse the officers, troops and their families in the hospitals and clinic of the armed forces. Dental officers. The responsibility of the dental officers is to provide dental care to the personnel of armed forces and their families. Education corps. The education officers provide continuing education to the armed forces personnel, especially with respect to the latest development in weapon system, new technologies of warfare, computerization, communication system, etc. Postal services. The personnel in the service are responsible for looking after postal requirement of the army. Military police. Personnel of the military police are responsible for maintaining discipline and order among the troop of the armed forces. Judge Advocate General. This branch inducts law graduates to provide legal help to the army for handling various civil cases as well as disciplinary action against armed forces personnel. Veterinary corps. Some regiments of the army uses animals such as horses, mules and dogs. The officers of the veterinary corps ensure the well-being of these animals. Indian Army പ്രധാനപ്പെട്ട എൻട്രി ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത് സോൾജർ ഇൻ ജനറൽ ഡ്യൂട്ടി, SLC +2 പാസ്സായ കുട്ടികൾക്ക്, സോൾജർ ഇൻ ടെക്നിക്കൽ സർവീസ്, SLC +2 സയൻസ് വിഷയം പഠിച്ച കുട്ടികൾക്ക്, സോൾജർ ക്ലർക്ക്, SLC +2 എനി സബ്ജക്ട്, സോൾജർ നഴ്സിംഗ് അസിസ്റ്റന്റ്, SLC +2 സയൻസ് സ്റ്റുഡൻസ്, സോൾജിയർ ട്രേഡ്സ്മാൻ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി ജോലി സാധ്യതകൾ ഇന്ത്യൻ ആർമിയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നേരത്തെ ഇന്ത്യൻ ആർമി പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ നേവിയിലും ഒട്ടനവധി തൊഴിൽ സാധ്യതകളുണ്ട്. ഓഫീസർ എൻട്രി, സെയിലർ എൻട്രി, വിമൺ എൻട്രി, ദാറ്റ് ഈസ് ബോത്ത് പെർമനന്റ് ആൻഡ് SSC കമ്മീഷൻ. ഈ രീതിയിലാണ് ഇന്ത്യൻ നേവിയിലുള്ള അപ്പോയിന്റ്മെന്റ്സ് നടക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ജനറൽ സർവീസ് ഓഫീസർ, ഹൈഡ്രോഗ്രാഫിക് ഓഫീസർ, നേവൽ ആർമമെന്റ് ഇൻസ്പെക്ഷൻ ഓഫീസർ, പ്രൊവോസ്റ്റ് ഓഫീസർ, പൈലറ്റ് ഓഫീസർ, ഒബ്സർവർ ഓഫീസർ, സബ്മറൈൻ ഓഫീസർ, ഡൈവർ ഓഫീസർ, ലോ ഓഫീസർ, ലോജിസ്റ്റിക് ഓഫീസർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ച്. ഇത്രയും കാറ്റഗറിയിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് ഇന്ത്യൻ നേവിയിൽ സാധാരണ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് നമുക്ക് ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ കാണാം. ബോത്ത് പെർമനന്റ് ആൻഡ് SSC കമ്മീഷൻ, എയർമാൻ, കമ്മീഷൻഡ് ഓഫീസേഴ്സ്, മെഡിക്കൽ പ്രൊഫഷണൽ, mess staff, MTS stenographer, storekeeper, lower division clerk, safai wala, cook, compositor, mess staff, LD typist, counselor, gynecologist, lady doctor, psychological counselor, dental surgeon. ഇത്രയും തൊഴിൽ സാധ്യതകൾ ഇന്ത്യൻ എയർഫോഴ്സിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഡിഫൻസ് ജോബ് ആഗ്രഹിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും UPSC കണ്ടക്ട് ചെയ്യുന്ന NDA എക്സാമിനേഷൻ അപ്പിയർ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ
+1 ക്ലാസ്സിൽ ചേർന്നതുപോലെ തന്നെ ഇത്തരം കുട്ടികൾക്ക് നടത്താവുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ ഈസ് നോ ഡൗട്ട് ദാറ്റ് ഈസ് ഇന്ത്യൻ സിവിൽ സർവീസ്. എല്ലാ സബ്ജക്ട് പഠിച്ച കുട്ടികൾക്കും വളരെ കോമൺ ആയിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം. ഓൾ ഇന്ത്യ സിവിൽ സർവീസസ്, ഗ്രൂപ്പ് എ സർവീസസ് ഓർ സെൻട്രൽ സർവീസസ്, ഗ്രൂപ്പ് ബി സർവീസസ് ഓർ സ്റ്റേറ്റ് സർവീസസ്. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ജോബ് ലിസ്റ്റിലേക്ക് പോകുമ്പോൾ അതിൽ IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IFS ഇന്ത്യൻ ഫോറിൻ സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന തസ്തികകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഗ്രൂപ്പ് എ സെൻട്രൽ സർവീസിൽ സാധാരണ കാണുന്നത് ഇന്ത്യൻ PNT അക്കൗണ്ട്സ് ഫിനാൻസ് സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് കസ്റ്റംസ് ആൻഡ് എക്സൈസ് ടാക്സ്, ഇന്ത്യൻ ഡിഫൻസ് അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ് ഇൻകം ടാക്സ് ആൻഡ് IRS, ഇന്ത്യൻ ഓർഡിനൻസ് ഫാക്ടറി സർവീസ്, അസിസ്റ്റന്റ് വർക്സ് മാനേജർ അഡ്മിനിസ്ട്രേഷൻ, പോസ്റ്റൽ സർവീസസ്, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസ്, ഇന്ത്യൻ റെയിൽവേ അക്കൗണ്ട് സർവീസ്, ഇന്ത്യൻ റെയിൽവേ പേഴ്സണൽ സർവീസ്, ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, ഇന്ത്യൻ ഡിഫൻസ് എസ്റ്റേറ്റ് സർവീസസ്, ഇന്ത്യൻ ഇൻഫോർമേഷൻ സർവീസ് ജൂനിയർ ഗ്രേഡ്, ഇന്ത്യൻ ട്രേഡ് സർവീസ് ഗ്രൂപ്പ് എ, ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്. ഇങ്ങനെ 16ഓളം കാറ്റഗറി നമുക്ക് സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് എ കാറ്റഗറിയിൽ കാണാൻ വേണ്ടി കഴിയും. എല്ലാ വിഷയം പഠിച്ച വിദ്യാർത്ഥികൾക്കും പോകാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ് ലീഗൽ ഏരിയ. ഇന്ത്യയിലെ വിവിധ തട്ടിലുള്ള കോടതികൾ, സുപ്രീം കോടതി മുതൽ താഴോട്ടേക്കുള്ള ചെറിയ കോടതികൾ വരെ പല ലിറ്റിഗേഷൻ വിവിധ സ്ഥാപനങ്ങളുടെ ലീഗൽ അഡ്വൈസറായിട്ട് വളരെ ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ലോ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ് BA LLB, ബാച്ചിലർ ഡിഗ്രി ഇൻ ആർട്സ് ലീഗൽ ലോ. that is for 5 years ഇന്റഗ്രേറ്റഡ് ആണ്. +2+ ലീഗൽ ലോ കൂടി പഠിക്കുകയാണ്. LLB ബാച്ചിലർ ഡിഗ്രി ഇൻ ലോ, that is for 3 years. പ്രധാനപ്പെട്ട കോളേജുകൾ, വിവിധ കോളേജുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ക്രിമിനൽ ലോ, സിവിൽ ലോ, ഇൻഡസ്ട്രിയൽ ലോ, എൻവയോൺമെന്റൽ ലോ, ഹ്യൂമൻ റൈറ്റ് ലോ, IPR ലോ, ഇങ്ങനെ ഒട്ടനവധി സ്പെഷ്യലൈസേഷൻ എടുത്തുകൊണ്ട് നിയമം നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ നല്ല രീതിയിൽ ഔട്ട്ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് ലീഗൽ കോഴ്സുകൾ, LLB കോഴ്സുകൾ. നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഓൺ ദ ബേസ് ഓഫ് ഇറ്റ് ഈസ് എ പേഴ്സണലൈസ് സർവീസ് ആണ്. നിങ്ങളുടെ പെർഫോമൻസിന് അടിസ്ഥാനത്തിൽ വലിയ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് ലീഗൽ ഏരിയ. അതേപോലെ തന്നെ LLB പഠിച്ച കുട്ടികൾക്ക് അതിന്റെ ഗവൺമെന്റിന്റെ പ്രത്യേക എക്സാമിനേഷനൊക്കെ പാസ്സായിക്കൊണ്ട് വിവിധ കോടതികളിൽ ജഡ്ജിമാരൊക്കെ ആയി മാറാൻ കഴിയുമെന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. LLB പഠിച്ചവർക്ക് സുപ്രീം കോടതിയിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനായ സുപ്രീം കോടതി ജഡ്ജി വരെ ആകാൻ വേണ്ടി പറ്റുമെന്നത് ഏറ്റവും അതിന്റെ കളർഫുൾനെസ് കാണിക്കുന്നു. എല്ലാ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾക്കും അപ്പിയർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മേഖലയാണ് ഡിസൈനിങ് ഏരിയ. പലതരത്തിലുള്ള ഡിസൈനിങ് ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഡിസൈനിങ്, ബിൽഡിംഗ് ഡിസൈനിങ് ആൻഡ് ആർക്കിടെക്ചർ, VLSI ഡിസൈൻ, ഗ്രാഫിക് ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, ഓട്ടോമൊബൈൽ ഡിസൈനിങ്, ഗെയിം ഡിസൈനിങ്, മോഷൻ ഗ്രാഫിക് ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്, ഇൻഡസ്ട്രിയൽ ഡിസൈനിങ്. ഇതിൽ ചില ഡിസൈനിങ് കോഴ്സ്
സയൻസ് സ്റ്റുഡൻസ് മാത്രം ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ജനറൽ കാറ്റഗറിയിൽ പറ്റുന്ന ഒട്ടനവധി ഡിസൈനിങ് കോഴ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വെബ് ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ് പോലുള്ള ഒട്ടനവധി കോഴ്സുകൾ കാണാം. ഈ ഡിസൈനിങ് കോഴ്സുകളിൽ നമുക്ക് നന്നായിട്ട് അതിന്റെ അഭിരുചിയുള്ള കുട്ടികൾക്ക് നന്നായിട്ട് ഔട്ട്ഷൈൻ ചെയ്യാൻ വേണ്ടി കഴിയും. എല്ലാ കാറ്റഗറിയിലും പറ്റുന്നതാണ് ടീച്ചിങ് പ്രൊഫഷൻ. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിച്ചതാണ്. പ്രീ പ്രൈമറി ടീച്ചർ, പ്രൈമറി ടീച്ചർ, അപ്പർ പ്രൈമറി ടീച്ചർ, ഹൈസ്കൂൾ ടീച്ചർ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ, പ്രൊഫസർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അധ്യാപന അഭിരുചിയുള്ള എല്ലാ വിഷയം പഠിച്ച കുട്ടികൾക്കും അതാത് മേഖലയിൽ പോകാൻ വേണ്ടി കഴിയുമെന്നത് ശ്രദ്ധിക്കുമല്ലോ. ആ സബ്ജക്റ്റിനും കോമൺ ആയിട്ട് റിസർച്ച് ഓപ്പർച്യൂണിറ്റി കാണാൻ വേണ്ടി പറ്റും. PhD, ഡോക്ടറേറ്റ് ഫെലോ, പോസ്റ്റ് ഡോക്ടറൽ ഫെലോ, ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും റീഡർ, അതേപോലെ PhD ഗൈഡ് ഒക്കെ ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നത് മറ്റൊരു തൊഴിൽ സാധ്യതയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയേറെ പറ്റുന്ന മറ്റൊരു തൊഴിൽ മേഖലയാണ് ട്രെയിനിങ് മേഖല. നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ആൾക്കാരെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ക്ലാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന അഭിരുചിയുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് മേഖലയിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നു. നല്ല ട്രെയിനർമാരായി മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഒക്കെ ആയിട്ട് വലിയ പണം സമ്പാദിക്കാൻ അവർക്ക് കഴിയുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജനറൽ കാറ്റഗറിയിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട 2 പ്രധാനപ്പെട്ട എക്സാമിനേഷനാണ്. ഓൾ ഇന്ത്യ ലെവലുള്ള UPSC എക്സാമും കേരള ലെവലുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാമും. തീർച്ചയായിട്ടും ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ ഒരു പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന പല സേവനങ്ങളിലും ഗവൺമെന്റ് സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുള്ള ഒരു പ്രിപ്പറേഷൻ കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മാറി വരുന്ന ഈ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിന്റെ പ്രാധാന്യം നമുക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ IT മേഖലയുടെ പ്രാധാന്യം നമ്മൾ കാണാം. IT മേഖലയിൽ ഒട്ടനവധി തൊഴിൽ സാധ്യതകളുണ്ട്. ഹാർഡ്വെയർ എഞ്ചിനീയർ, സിസ്റ്റം എഞ്ചിനീയർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, നെറ്റ്വർക്ക് ഡിസൈനർ, DTP ഓപ്പറേറ്റർ, ഇ-കോമേഴ്സ്, ഇന്റർനെറ്റ് വെബ് ഡിസൈനിങ്, ഓൺലൈൻ എഡിറ്റർ, വെബ് എഡിറ്റർ, ടെക്നീഷ്യൻ, കൺസൾട്ടന്റ്, വെബ് മാനേജർ, അനലിസ്റ്റ്, ഇ-കോമേഴ്സ് ബാക്കപ്പ് ഓപ്പറേറ്റേഴ്സ്, presentation graphic designing, online exam providers, instructors, customer support engineer, internet telephone operators, computer operator, medical transcription, call center assistant, DTP operator, animation, digital designing, database designer, marketing executive software and hardware, album designer, computerized accountant, multimedia specialist, fashion design ഇതൊക്കെ IT മേഖലയിലുള്ള തൊഴിൽ സാധ്യതകളാണ്. വിവിധതരം കോഴ്സുകൾ കാണാം. യൂണിവേഴ്സിറ്റി കോഴ്സുകൾ, LBS പോലുള്ള സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ, ചെറുതും വലുതുമായ വിവിധ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വ്യത്യസ്തമായ പ്രൊഫഷണൽ കോഴ്സുകൾ, ആനിമേഷൻ കോഴ്സുകളൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ മേഖലയിൽ കാണാൻ വേണ്ടി കഴിയും. BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, BE കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, MCA, MSc കമ്പ്യൂട്ടർ സയൻസ്, മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, PhD ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇതൊക്കെ കമ്പ്യൂട്ടർ മേഖലയിലെ വിവിധ കോഴ്സുകളാണ്. ചില കുട്ടികൾ ഹയർ സെക്കൻഡറി പഠനത്തിന് മുന്നേ SLC കഴിഞ്ഞ ഉടൻ തന്നെ ചില കുട്ടികൾ ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം പോളിടെക്നിക്കിനെ
ആശ്രയിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ചില ഷോർട്ട് ടേം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ടെക്നിക്കലായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പോളിടെക്നിക്. ഗവൺമെന്റ് ലെവലിലുള്ളത് പോളിടെക്നിക്കും അതേപോലെ തന്നെ ITIകളും നമുക്ക് കാണാം. തീർച്ചയായിട്ടും പോളിടെക്നിക് കോഴ്സുകൾ വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ തൊഴിൽ നേടാൻ ഇത്തരം കുട്ടികളെ സഹായിക്കുന്നു. വിവിധ കോഴ്സുകൾ ഫൗണ്ടറിമാൻ, മെക്കാനിക്കൽ ഡീസൽ, ഷീറ്റ് മെറ്റൽ വർക്കർ, ഫോർജർ ഹീറ്റ് ട്രീറ്റർ, വയർമാൻ കോഴ്സ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, റേഡിയോ TV മെക്കാനിക്, AC മെക്കാനിക്, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, IT and ഇലക്ട്രോണിക് സിസ്റ്റം, മെയിന്റനൻസ് ആൻഡ് ടൂൾ ഡൈ മേക്കർ, ഡിപ്ലോമ ഇൻ ടൂൾ ഡൈ മേക്കിംഗ്. ഇങ്ങനെ വ്യത്യസ്തമായ കോഴ്സുകൾ നമുക്ക് പോളിടെക്നിക്കിൽ കഴിയുന്നു. SSLC കഴിഞ്ഞ ഉടൻ തന്നെ ഇത്തരം കോഴ്സുകളിലേക്ക് പോകും. ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾ. ഹോട്ടൽ മാനേജ്മെന്റിൽ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, ഫുഡ് ആൻഡ് ബീവറേജ് ഡിപ്പാർട്ട്മെന്റ്, ഹൗസ് കീപ്പിംഗ്, റെസ്റ്റോറന്റ് മാനേജ്മെന്റ്, ഇങ്ങനെ ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ കാണാൻ വേണ്ടി കഴിയും. ഫാഷൻ ടെക്നോളജി ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് കേരളത്തിൽ NIFT ആണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, കണ്ണൂർ ജില്ലയിൽ തോട്ടട നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ലൈബ്രറി സയൻസ് കോഴ്സുകൾ നമുക്ക് തൊഴിൽ സാധ്യത നേടിത്തരുന്ന പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. സർട്ടിഫിക്കറ്റ് കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, ബാച്ചിലർ ഡിഗ്രി കോഴ്സ്, മാസ്റ്റർ ഡിഗ്രി കോഴ്സിലൂടെ ലൈബ്രറി സയൻസ് പാസ്സായി കഴിഞ്ഞാൽ വിവിധ സ്ഥാപനങ്ങളിൽ ലൈബ്രറിയനായിട്ട് മാറാൻ വേണ്ടി കഴിയും. കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ ലൈബ്രറിയന്റെ സാലറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടീച്ചിങ് ജോബിലുള്ള അതേ സാലറി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ നല്ല പ്രാധാന്യത്തോടെ ഇത്തരം കോഴ്സുകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ജേർണലിസം. കറസ്പോണ്ടന്റ് ആയിട്ടും കോളമിസ്റ്റ് ആയിട്ടും ഫീച്ചർ റൈറ്റേഴ്സ് ആയിട്ടും ക്രിറ്റിക്സ് ആയിട്ടും സബ് എഡിറ്റർ, ചീഫ് എഡിറ്റർ, ഫ്രീലാൻസ് ജേർണലിസ്റ്റ്, ഒപ്പം വിവിധ മേഖലകളിൽ ജേർണലിസം കോഴ്സ് കഴിഞ്ഞ് ഔട്ട്ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. വിവിധ ന്യൂസ് ബ്യൂറോകളിൽ ജോബ് ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്നതാണ്. ചാനലുകളുടെ പ്രാധാന്യം നമുക്കറിയാം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചാനലുകളുടെ പ്രാധാന്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജേർണലിസം കോഴ്സ് കഴിഞ്ഞവർക്ക് ഒട്ടനവധി അവസരങ്ങൾ നൽകുന്നതാണ് ഈ ഒരു കാലഘട്ടം. പ്രധാനമായിട്ടുള്ള ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ, മാഗസിൻ, ജേർണൽസ്, TV, റേഡിയോ, ഇന്റർനെറ്റ് തുടങ്ങിയവയൊക്കെയാണ്. PG ഡിപ്ലോമ കോഴ്സുകളും MA ജേർണലിസം കോഴ്സുകളൊക്കെ നമുക്ക് കാണാം. BA MA ജേർണലിസം കോഴ്സുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നല്ല കലാകാരന്മാർക്ക് ഔട്ട്ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി ആങ്കറിംഗ് മേഖലകൾ, റേഡിയോ ജോക്കി പോലുള്ള ജോലികളൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇങ്ങനെ ഒട്ടനവധി അവസരങ്ങളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഈ അവസരങ്ങൾ യഥാസമയത്ത് കണ്ടെത്തി നമ്മുടെ അഭിരുചിക്കൊത്ത് നല്ലൊരു ജോബ് കണ്ടുപിടിച്ച് ജീവിതത്തിൽ ഉയർന്ന രീതിയിൽ എത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.